ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് രാസനാദിപ്പൊടി. പിന്നെ അതുപോലെ തന്നെ ഇതെന്താണ്? ഇതാണ് പനിക്കൂർക്ക. അപ്പോൾ ചെറിയ കുഞ്ഞുമാവന്മാരായിട്ട് ഉള്ള അമ്മമാരുണ്ടല്ലോ, പുതിയ അമ്മമാർ, ഒറ്റയ്ക്കൊക്കെ താമസിക്കേണ്ടി വരുന്നവരുണ്ട്, അറിയാത്തവരുണ്ടാവും, ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ പ്രത്യേകിച്ചും. പിന്നെ ഇത് നമ്മൾ കുഞ്ഞുമാവന്മാർക്ക് ചെറിയൊരു കോൾഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇല ഒരു തണ്ട് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലായാൽ പോലും എവിടെയെങ്കിലും ബാൽക്കണിയൊക്കെ കാണില്ലേ, അവിടെ ഒരു ചെടിച്ചട്ടിയിൽ ഒരു കമ്പ് കൊണ്ടേ കുത്തിയാൽ മതി, ഇത് ഇഷ്ടംപോലെ പടർന്നു വന്നോളും. അപ്പോൾ അവന്മാർക്ക് ചെറിയൊരു കോൾഡൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യമൊന്നും പിടിച്ച് ഓടണ്ട, അയ്യോ എന്ത് ചെയ്യും, അമ്മയെ വിളിക്കുക, അവിടെ വിളിക്കുക ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ആദ്യത്തെ പരിപാടി കോൾഡെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എടുത്തിട്ട് ഇത്തിരി വാട്ടിപ്പിഴിഞ്ഞ് നീര് തുള്ളി വായി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അമ്മമാരൊക്കെ ചെയ്യുന്നതാണ്, ഇത് വാട്ടിയിട്ട് നമ്മുടെ നെറുകയിൽ ഇട്ട് കൊടുക്കുക, തലയിൽ വീണുപോയി, നെറുകൻ തലയിൽ ഇട്ട് കൊടുക്കും. ഈ നെറുകൻ തല എവിടെയാണ്, നെറുക എവിടെയാണെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാമെന്നറിയോ? കുഞ്ഞു വാവന്മാർക്കൊക്കെ ഒരു 3 വയസ്സ് വരെയുള്ള വാവന്മാർക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ കഴിഞ്ഞാൽ അവരുടെ നെറുക ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പടയ്ക്കുന്നുണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് അവരുടെ നെറുക, നമുക്കറിയാം. 3 വയസ്സ് കഴിഞ്ഞാൽ പക്ഷേ അത് നിൽക്കും, കാരണം നെറുക ഉറയ്ക്കും അവരുടെ. പിന്നെ അങ്ങോട്ട് പ്രായം മാറും തോറും നമുക്ക് അറിയാൻ പറ്റില്ല നെറുക എവിടെയാണെന്ന് ഉദ്ദേശം വെച്ചിട്ടൊക്കെ ചിലർ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇടുന്നവരുണ്ട്. ഇങ്ങനെ വെച്ചാൽ പക്ഷേ ഈ വിരലിൻ്റെ നീളത്തിന് നമ്മുടെ ചെവിയുടെ ഇങ്ങോട്ടേക്ക് പോകും. ചെവിയുടെ ഇവിടെ നിന്നാണ് അളവ് കാണണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചുരുക്കി പിടിച്ച് ഇങ്ങനെ നോക്കില്ലല്ലോ, ഇങ്ങനെയല്ലേ നോക്കുക. ഈ വിരലിൻ്റെ തുമ്പ് എത്തി നിൽക്കുന്നിടമാണ് നെറുക. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ നിങ്ങൾ? നമ്മുടെ ഡോക്ടർ തന്നെ ഏതോ ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നാ കേട്ടോ. നമ്മൾ പ്രായമായവർ നമ്മൾ ഇതേപോലെ തന്നെ കോൾഡൊക്കെ വരുമ്പോൾ ഇതൊക്കെ കഷായം വെച്ച് കുടിക്കുകയും വാട്ടി നെറുകയിൽ വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്, പെട്ടെന്നൊക്കെ കോൾഡ് കുറയാനായിട്ട്. അതേപോലെ തന്നെ സ്ഥിരം രാസനാദിപ്പൊടി ഉപയോഗിക്കും നമ്മൾ. അപ്പോൾ അങ്ങേറ്റം പോലെ ഇങ്ങേറ്റം വരെ വാരി തേക്കും, കാരണം നെറുക എവിടെയാണ് കറക്റ്റ് സാധനം എന്നുള്ളതിന് ആയിരിക്കും അങ്ങനെ ചെയ്യണേ. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ഈ രാസനാദിപ്പൊടിയൊക്കെ തേക്കുമ്പോഴും ഇത് വയ്ക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഈ വിരൽ, ഈ തള്ളവിരൽ മൂക്കിൻ്റെ ഈ തുമ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വിരലുണ്ടല്ലോ തൊട്ടടുത്തുള്ള ഈ വിരൽ, അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ട ഈ വിരലിൽ നമ്മുടെ എവിടെയാണോ മുട്ടുന്നത് അതാണ് നമ്മുടെ നെറുകയുടെ സ്ഥാനമായിരിക്കുക എന്നാണ് പറഞ്ഞത്. ഒരു ആയുർവേദ ഡോക്ടറാട്ടോ പറഞ്ഞു തന്നെ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നെറുകയുടെ സ്ഥാനം കണ്ടിട്ട് ഈ മരുന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.